പൊങ്കാല എന്ന് പറയുന്നത് ദേവിക്ക് ഒരു ഭക്തർ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ആത്മസമർപ്പണമാണ് ചെയ്യുന്നത്. അപ്പോഴും മനസ്സും ശരീരവും ശുദ്ധിയായിരിക്കണം. ഒരു വലത്തെ സൈഡിൽ ഗണപതിക്ക് ഒരു നേദ്യം വെക്കുന്ന ഒരു ആചാരങ്ങളും ഉണ്ട്. രക്തചാമുണ്ടി നട കഴിഞ്ഞ് ബാലചാമുണ്ടി നടയുണ്ട്. ദേവിക്ക് വരുന്ന നേദ്യങ്ങൾ കുറച്ച് ഇദ്ദേഹം എടുക്കും. പണ്ട് കാലത്ത് ഈ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്ത് സത്യം ചെയ്യിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അത് ഒരു ഭക്ത ഇവിടെ വന്ന് ഇലക്ഷന് അവർക്ക് പേര് ലിസ്റ്റിൽ വരണമെന്ന്, അതായത് പഞ്ചായത്ത് ഇലക്ഷനിലാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കൂ, ലിസ്റ്റ് ദേവിക്ക് വഴിപാടെന്തെങ്കിലും നേരും, ലിസ്റ്റിൽ വരാം. എൻ്റെ പേര് സന്തോഷ് കേശവൻ നമ്പൂതിരി. ഞാൻ കോട്ടയം ഒളശ മംഗലത്തില്ലം ആണ് എൻ്റെ സ്വദേശം. ഞാനിപ്പോൾ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൽ കീശാന്തിയായിട്ട് 7 കൊല്ലം കഴിഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിച്ച് 7-ാം നാളിലാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നത്. അതായത് ഐതിഹ്യപരമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ പണ്ട് ദേശത്ത് ഏകദേശം 600 വർഷത്തെ പഴക്കമാണ് പറയുന്നത് ക്ഷേത്രത്തിൽ. അപ്പോൾ ഐതിഹ്യപരമായി പറയുകയാണെങ്കിൽ ഇവിടെ കാട്ടിൽ തറവാട്, ഇവിടെ ഒരു തറവാടുണ്ടായിരുന്നു. മഹാപണ്ഡിതന്മാരായ കുറച്ച് ആൾക്കാരും അവരുടെ ഒരു ബ്രാഹ്മണ ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ഒരു കാരണവർ ഈ കാട്ടിൽ തറവാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഗുരുവിൻ്റെ ഉപാസനാമൂർത്തിയായ ദേവിയെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ആ ഉപാസനാമൂർത്തിയായ ദേവി ഒരു ചെപ്പിലടച്ച് കൊടുത്തു എന്നാണ് സങ്കല്പം. അങ്ങനെ ആ ഉപാസനാമൂർത്തിയുമായിട്ട് അദ്ദേഹം വന്ന് കുടികൊണ്ടത് ആദ്യമായിട്ട് വന്നത് ഈ തറവാട്ടിലായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ഉപാസനാമൂർത്തിയുമായിട്ട് വന്ന് ആ തറവാട്ടിൽ വന്ന ആ സമയത്ത് അവിടെ പച്ചപ്പന്തൽ കെട്ടി ദേവിയെ അവിടെ കുടിയിരുത്തി എന്നാണ് സങ്കല്പം. ആ കുടിയിരുത്തിയ സമയത്ത് ഈ സ്ത്രീജനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങൾ ദേവിക്ക് നിവേദ്യം വെച്ച്, അതായത് നമ്മുടെ പൊങ്കാല പോലെ നിവേദ്യം വെച്ച് സമർപ്പിച്ചു എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ നിവേദ്യം സമർപ്പിച്ച ആ ചടങ്ങ് പിൽക്കാലത്ത് ഉത്സവത്തിന് അവിടെ അമ്പലത്തിൻ്റെ തിരുനടയിൽ പച്ചപ്പന്തൽ പോലെ അലങ്കരിച്ച് അവിടെ ദേവിക്ക് ഒരു പൊങ്കാല സമർപ്പിക്കാനായിട്ട് അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഇവിടുത്തെ പൊങ്കാലയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു കീഴ്വഴക്കം ഇവിടെ ഉണ്ട്. അതായത് ദേവിയുടെ ഉടവാള് അകത്തുനിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഈ പൊങ്കാലക്കളത്തിൽ സമർപ്പിച്ചിട്ട് അവിടെ നേദിക്കുന്നത് ഈ ഉടവാളിലോട്ട് നേദിക്കും. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് തന്നെ സ്ത്രീജനങ്ങൾക്ക് അവരുടെ പൊങ്കാല നിവേദ്യങ്ങൾ ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ തിരിച്ച് വാദ്യഘോഷങ്ങളോടുകൂടി ഈ പൊങ്കാലക്കളത്തിൽ വന്ന ഉടവാള് തിരിച്ച് ക്ഷേത്രത്തിലോട്ടും തിരിച്ച് ആനയിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ചടങ്ങ് ഇവിടുത്തെ പൊങ്കാലയ്ക്കുണ്ട്. അത് വേറെങ്ങും കണ്ടിട്ടില്ല അങ്ങനെ. അപ്പോഴതാണ് ഇവിടുത്തെ പൊങ്കാലയുടെ ഒരു പ്രത്യേകത. പൊങ്കാല എന്ന് പറയുന്നത് ദേവിക്ക് ഒരു ഭക്തർ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ആത്മസമർപ്പണമാണ് ചെയ്യുന്നത്. അപ്പോഴും മനസ്സും ശരീരവും ശുദ്ധിയായിരിക്കണം, അതൊന്ന്. പിന്നെ അവർ വസിക്കുന്ന സ്ഥലവും ശുദ്ധിയായിരിക്കണം, അത് പൊതുവെ ഉണ്ടാകാറുണ്ട്. അതായത് പൊങ്കാലയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു 7 ദിവസം മുന്നേ ഇതിനുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. കാര്യമെന്ന് വെച്ചാൽ തലേന്ന് പോയി സാധനങ്ങൾ മേടിക്കുന്നേക്കാളിലും നല്ലത് ഒരു 5 ദിവസമോ അല്ലെങ്കിൽ ഒരു 7 ദിവസം മുന്നേ ഈ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ ഒക്കെ മേടിക്കുകയും മനസ്സുകൊണ്ട് ദേവിയെ സ്മരിക്കുകയും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ
പൊങ്കാലയുടെ ഫലം ഉള്ളതിനേക്കാൾ ഇരട്ടിയായിരിക്കും. അത് സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ പറഞ്ഞു വരുന്നത്, പൊങ്കാല അർപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് നമ്മളൊരു വ്രതം പോലെ ഒരിക്കൽ എടുക്കണം. അതായത് ഒരു നേരത്തെ അരി ആഹാരം മാത്രം കഴിച്ചുകൊണ്ട് ദേവിക്ക് ഉള്ള സമർപ്പണം ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ പൊങ്കാല ഇടുന്ന അന്നത്തെ ദിവസം രാവിലെ ജലപാനം പോലും കഴിക്കരുതെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ആൾക്കാർക്ക്. പക്ഷെ അങ്ങനെയാണ് വേണ്ടത്. പൊങ്കാല തുളച്ച് തൂവി പൊങ്കാല പാകമാകുന്നത് വരെ സ്ത്രീജനങ്ങൾ ജലം പോലും കഴിക്കരുത്. അങ്ങനെ പറ്റുമെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സും ശരീരവും ദേവിയിൽ അർപ്പിക്കണം. അപ്പോഴും നമ്മുടെ മനസ്സും ശരീരവും അത്രയ്ക്ക് ശുദ്ധമായിരിക്കണം എന്നാണ് പറയുന്നത്. പൊങ്കാലയ്ക്ക് പ്രധാനമായിട്ടും നമുക്ക് അരി, അതായത് ചെമ്പ പച്ചരി, അതായത് ഉണക്കലരി, ശർക്കര, നെയ്യ്, പിന്നെ നാളികേരം ചിരകിയിടുന്നവരുണ്ടാവും. അപ്പോഴങ്ങനെയുള്ള കാര്യങ്ങൾ, മുന്തിരിങ്ങ, കൽക്കണ്ടം, ഇതെല്ലാം പാകമായി കഴിയുമ്പോഴത്തേക്കും നമുക്കിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ പൊങ്കാലയുടെ വലത്തേ സൈഡിൽ ഗണപതിക്ക് ഒരു നേദ്യം വെക്കുന്ന ഒരു ആചാരങ്ങളുമുണ്ട്. അതായത് വിളക്ക് കത്തിച്ച് വെച്ച് വിഘ്നേശ്വരനൊരു അവരും മലരും ശർക്കരയും പഴവും കൂടെ വെച്ചൊരു നേദ്യം വിഘ്നേശ്വരന് വയ്ക്കാം. അങ്ങനെയും ചെയ്യാം. പിന്നെ പൊങ്കാലക്കലം അതും മൺകലം തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് പറയുന്നത്. അതായത് പ്രകൃതിയുമായിട്ട് നമ്മൾ ഒരു ആത്മബന്ധം ഉണ്ടല്ലോ. അപ്പോൾ മൺകലവും ചിരട്ട കോലുള്ള തവിയും, ഇതാണ് ഏറ്റവും ഉത്തമം. മറ്റുള്ള പാത്രങ്ങളൊക്കെ എടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കഴിവതും മൺകലം തന്നെ ഉപയോഗിക്കണം. മൺകലവും ചിരട്ട കൊണ്ടുള്ള തവിയും, അതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ ക്ഷേത്രത്തിലോട്ട് ഒരു ഭക്തൻ വരുമ്പോൾ ആദ്യമേ കാണുന്നത് പ്രധാന ശ്രീകോവിലാണ്. പ്രധാന ശ്രീകോവിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് രക്തചാമുണ്ഡി നടയുണ്ട്. രക്തചാമുണ്ഡി നട കഴിഞ്ഞ് ബാലചാമുണ്ഡി നടയുണ്ട്. വരുന്ന ഭക്തർ ആദ്യമേ നമുക്ക് ചാമുണ്ഡി ദേവിയെ ദർശനം കിട്ടും. ചാമുണ്ഡി ദേവിയെ ദർശിച്ച് തുടർന്ന് വരുന്ന രക്തചാമുണ്ഡി നട, അത് നിങ്ങൾക്കറിയാമല്ലോ, ഭക്തജനങ്ങൾക്ക് മാത്രം ഈ വഴിപാടായിട്ട് തുറന്ന് കാണുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രവും കഴിഞ്ഞ് ബാലചാമുണ്ഡി നട, ഇതും അതുപോലെ തന്നെ ദേവിയുടെ രണ്ട് ഭാവങ്ങളായ രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി, ചാമുണ്ഡി ദേവി, രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി, ഇങ്ങനെ 3 നടകൾ കയറി വരുന്ന ഭക്തർക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് വലം ചെയ്ത് പുറകിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രമാണ്. തൊട്ടടുത്ത് തന്നെ ഗണപതിയുടെ ക്ഷേത്രമുണ്ട്. തുടർന്ന് അതിൻ്റെ പുറകിലായിട്ട് വരുന്നത് യക്ഷി അമ്മയുടെ ഒരു ആലയമുണ്ട്. യക്ഷിയമ്മയുടെ ഒരു തറയുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ പുറകിലായിട്ട് ബാലഗണപതി എന്ന് പറയുന്നത് 2 ഗണപതി ഈ ക്ഷേത്രത്തിലുണ്ട്. ബാലഗണപതി വന്നതെന്ന് വെച്ചാൽ ആദ്യമേ ഇവിടെ തേവാരം ഗണപതിയാണ് ബാലഗണപതി. അത് ശ്രീകോവിലിനകത്തായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രശ്നം വെച്ചപ്പോൾ പറയുന്ന കേട്ടതാണ്, ദേവിക്ക് വരുന്ന നേദ്യങ്ങൾ കുറച്ച് ഇദ്ദേഹം എടുക്കും. അങ്ങനെ നമ്മളെ ഈ ദേവപ്രശ്നം വെച്ചപ്പോൾ ദേവിക്ക് പൂർണ്ണമായിട്ടും നിവേദ്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഈ ബാലഗണപതിയെ മാറ്റി പ്രതിഷ്ഠിക്കാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായി.
അങ്ങനെ ഈ തേവാര ഗണപതി നേരെ ബാലഗണപതിയായിട്ട്, അതായത് ഗണപതിക്കും ശാസ്താവിനും പിറകിലായിട്ട് വീണ്ടും ഒരു ഗണപതിയുടെ ആലയവും കൂടെ ഉണ്ട്. അത് ഭക്തർക്ക് കാണാം. ബാലഗണപതിയായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് കുറച്ചങ്ങോട്ട് മാറി തന്നെ ഭുവനേശ്വരി ദേവിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അത് കഴിഞ്ഞ് ഭക്തർക്ക് വെളിയിൽ, മതിൽക്കെട്ടിന് വെളിയിലായിട്ട് 1000 വില്ലിയാണ്. 1000 വില്ലോടുകൂടിയുള്ള കിരാതമൂർത്തിയായ ശിവന്റെ ഒരംശമുള്ള 1000 വില്ലി ക്ഷേത്രമുണ്ട്. അതായത് ശിവാംശമാണ് അവിടെ കുടികൊള്ളുന്നത്. അവിടെ നമുക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യാം. കാര്യമെന്ന് വെച്ചാൽ കിരാതമൂർത്തി ശിവ ഒരംശം ആയിട്ട് അവിടെ ഉള്ളൂ. അപ്പോൾ ചുറ്റിനും പ്രദക്ഷിണം ചെയ്യാം. പല ഭക്തരും വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ചുറ്റാമോ, പ്രദക്ഷിണം ചെയ്യാമോ, പൂർണ്ണമായിട്ടും പ്രദക്ഷിണം ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അവിടെ ചെയ്യാം. കാര്യം ആയിരവല്ലി ക്ഷേത്രത്തിൽ പൂർണ്ണമായിട്ടും പ്രദക്ഷിണം വയ്ക്കാം എന്നുള്ള ഇതാണ്. എന്ന് പറയുന്നത് ശിവാംശം മാത്രമേ അവിടെ കുടികൊള്ളുന്നുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായിട്ടും പ്രദക്ഷിണം ചെയ്യാവുന്നതാണ്. പിന്നെ ദേവിയുടെ വടക്ക് വശത്തായിട്ട് ഗുരു, മന്ത്രമൂർത്തി എന്നിങ്ങനെ 2 ആലയങ്ങളും കൂടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതായത് അന്ന് കാരണവരായ ഇവിടുത്തെ കാരണവരും അദ്ദേഹത്തിന്റെ ഗുരു, അങ്ങനെയാണ് അവിടുത്തെ സങ്കല്പം. അതായത് നമ്മുടെ കരിക്കം ചാമുണ്ഡി ക്ഷേത്രത്തിൽ 3 ശ്രീകോവിലുകൾ കാണുന്നത് പ്രധാന ദേവതയായ ചാമുണ്ഡി ദേവിയുടെ ശ്രീകോവിൽ നിങ്ങൾക്ക് ദർശിക്കാനാകും. അതായത് കടന്നു വരുമ്പോൾ തന്നെ ഒരു ഭക്തന് ദർശിക്കാനാവുന്ന ആദ്യത്തെ ശ്രീകോവിലെന്ന് പ്രധാന ദേവതയുടെ ചാമുണ്ഡി ദേവിയുടെ ശ്രീകോവിലാണ്. തൊട്ടടുത്ത് തന്നെ രക്തചാമുണ്ഡി നട ഉണ്ട്. ഉഗ്രമൂർത്തിയായ രക്തചാമുണ്ഡിയുടെ ക്ഷേത്രം കാണാം. തൊട്ടപ്പുറത്ത് സൗമ്യസ്വരൂപിണിയായ ബാലചാമുണ്ഡി നടയും നിങ്ങൾക്ക് ദർശിക്കാനാവും. പണ്ട് കാലത്ത് ഈ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്ത് സത്യം ചെയ്യിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. അത് പഴയ തലമുറകൾക്കേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ കളവ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ കളവ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് കുളിച്ച് നട തുറന്ന് സത്യം ചെയ്യിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഈ ചടങ്ങ് കഴിയുമ്പോൾ, അതായത് സത്യം തെളിയും, അതായത് കളവ് നടന്നത് തെളിയും. അങ്ങനെ തെളിഞ്ഞിട്ടുണ്ട്. അതാണ് ആ രക്തചാമുണ്ഡി നട എന്ന് പറയുന്ന തൊട്ട് അപ്പുറത്തുള്ള നടയിലെ സങ്കല്പം. അതായത് ഈ ഒരു ദേവീമൂർത്തിയുടെ തന്നെ 3 ഭാവങ്ങൾ ആണ് നമുക്കിവിടെ ദർശിക്കാൻ കഴിയുന്നത്. രക്തചാമുണ്ഡി നട, ബാലചാമുണ്ഡി നട. രക്തചാമുണ്ഡി നടയിൽ പ്രധാനമായിട്ടും ശത്രുദോഷം, കാര്യസിദ്ധി, ഈ കളവ് പോയ മുതലുകൾ വീണ്ടെടുക്കൽ, കേസ് സംബന്ധമായ ആഭിചാരക്രിയകൾ, ഇങ്ങനെയുള്ള ദുഷ്ശക്തികളുടെ എന്നിവ മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രക്തചാമുണ്ഡി നട തുറന്നു പ്രാർത്ഥിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും എപ്പോഴും അടഞ്ഞു കിടക്കുകയായിരിക്കും. അത് ഈ ഭക്തന് മാത്രം, അല്ലെങ്കിൽ ആ വഴിപാട് നടത്തുന്ന വഴിപാടുകാരന് മാത്രം തുറന്നു കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് ബാലചാമുണ്ഡി നട. സൗമ്യ സ്വരൂപിണിയായ ദേവിയുടെ രൂപം നമുക്ക് ദർശിക്കാനാവും. ബാലചാമുണ്ഡി നട പേര് പോലെ തന്നെ ബാല ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ബാലാരിഷ്ടത, അല്ലെങ്കിൽ ബാലജനങ്ങൾക്കുള്ള ദുഃഖങ്ങൾ അങ്ങനെയുള്ള മാറുന്നതിന് വേണ്ടിയിട്ടാണ് ബാലചാമുണ്ഡി നട നമുക്ക് തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. ഈ 3 ക്ഷേത്രങ്ങളും തുല്യ പ്രാധാന്യമാണ്. എങ്കിലും
പ്രധാന ശ്രീകോവിലിൽ ആണ് പൂർണ്ണമായിട്ടും പൂജകളും നിവേദ്യങ്ങളും ഉള്ളത്. രാവിലെ 4:50 പള്ളി ഉണർത്തും. ദേവിയെ പള്ളി ഉണർത്തി 5 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനം നടത്താം. 5 മണിക്ക് നട തുറക്കും. 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ നിർമ്മാല്യം മാറ്റി 5:15 അഭിഷേകങ്ങൾ ആരംഭിക്കും. അഭിഷേകങ്ങളിൽ നമുക്ക് ആദ്യമേ ഉള്ള അഭിഷേകം പഞ്ചാമൃത അഭിഷേകമാണ്. ദേവിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തും. അത് കഴിഞ്ഞിട്ട് ദേവിക്ക് പാലഭിഷേകം ചെയ്യാറുണ്ട്. പാലഭിഷേകം, അത് കഴിഞ്ഞിട്ട് കരിക്കഭിഷേകം ചെയ്യാറുണ്ട്. അങ്ങനെ ഈ 3 അഭിഷേകങ്ങളും കഴിഞ്ഞ് 5:30 ശ്രീകോവില് അടയ്ക്കും. കാരണം പിന്നെ അലങ്കാര പൂജയ്ക്ക് തുറക്കാനായിട്ട്, അലങ്കരിക്കാനായിട്ട് ക്ഷേത്രം അടയ്ക്കും. 6 മണിയാകുമ്പോൾ ക്ഷേത്രം അലങ്കാര ദീപാരാധനയ്ക്ക് തുറക്കും. 6 മണിയാകുമ്പോൾ ക്ഷേത്രം അലങ്കാര ദീപാരാധനയ്ക്ക് തുറന്നിട്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥവും പ്രസാദവും നൽകും. അത് കഴിഞ്ഞ് 6:30 ഉഷപൂജ ആരംഭിക്കും. ഉഷപൂജ ആരംഭിച്ച് 6:30 ഉഷപൂജ ആരംഭിച്ച് 7 മണിക്ക് ദീപാരാധനയോടുകൂടി നട തുറക്കും. 7 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതിവ് പോലെ അർച്ചനകളും പൂജകളും പ്രസാദങ്ങളും ഒക്കെ കൊടുത്തു തുടങ്ങും. 7 മണി കഴിഞ്ഞ് അപ്പുറത്ത് രക്തചാമണ്ടി നട 7 മണി തൊട്ടാണ് നടതുറപ്പ് വഴിപാട് ആരംഭിക്കുന്നത്. 11 മണി വരെ നടതുറപ്പ് വഴിപാട് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടേ ഉച്ചപൂജകൾ തുടങ്ങുകയുള്ളൂ. 11 മണിക്ക് നടപൂജ തുടങ്ങി 11:30 നിവേദ്യം നടക്കും. ഉച്ചപൂജയുടെ നിവേദ്യം നടന്നു 12 മണിക്ക് ദീപാരാധനയോടുകൂടി നട തുറക്കും. 12 മണി കഴിഞ്ഞ് 12:10 ആകുമ്പോൾ നട അടയ്ക്കും. 12 മണി കഴിയുമ്പോൾ, ദീപാരാധന കഴിയുമ്പോൾ ഉടനെ തന്നെ നട അടയ്ക്കും. അങ്ങനെയാണ് രാവിലത്തെ സമയക്രമം. വൈകിട്ട് 4:30 നട തുറക്കും. 4:30 നട തുറന്ന് 6:15 ദീപാരാധനയ്ക്ക് നട അടയ്ക്കും. 6:15 ദീപാരാധനയ്ക്ക് നട അടച്ചു കഴിഞ്ഞാൽ 6:30 ദീപാരാധന. 6:30 ദീപാരാധന തുടർന്ന് രക്തചാമുണ്ടി നടയിൽ ദീപാരാധന, ബാലചാമുണ്ടി നടയിൽ ദീപാരാധന, തുടർന്ന് ഉപദേവന്മാർ ആയിട്ടുള്ള ഗണപതി, ശാസ്താവ് തുടങ്ങിയ ശ്രീകോവിലുകളിൽ ദീപാരാധന നടക്കും. അത് കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ ദീപാരാധന കഴിഞ്ഞ് അത്താഴപൂജയ്ക്ക് വഴിപാടുകാരുടെ വഴിപാടുണ്ടെങ്കിൽ, വഴിപാടായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 7 മണിക്ക് രക്തചാമുണ്ടി നടയിൽ അത്താഴപൂജ തുടങ്ങും. തുടർന്ന് ബാലചാമുണ്ടി നടയിൽ അത്താഴപൂജ. അത് കഴിഞ്ഞ് 7:30 പ്രധാന ശ്രീകോവിലിൽ അത്താഴപൂജ ആരംഭിക്കും. 8 മണിയോട് ദീപാരാധനയോടുകൂടി ക്ഷേത്രം വൈകിട്ട് അടയ്ക്കും. ഇതാണ് സമയക്രമം. പ്രധാന വഴിപാടെന്ന് പറഞ്ഞ സഹസ്രനാമാർച്ചന വളരെ വിശേഷമാണ്. സഹസ്രനാമാർച്ചന വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. പിന്നെ കടുംപായസം വളരെ വിശേഷപ്പെട്ടതാണ്. കടുംപായസം വഴിപാട് വളരെ വിശേഷപ്പെട്ട വഴിപാടാണ്. ലളിതമായ വാക്കിൽ പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ആചരിച്ചു പോകുന്ന ഒരു പടക്കനേദ്യത്തിന്റെ ഒരു വകഭേദമായിട്ടാണ് ഈ തണ്ണീർക്കുടാന്ന് പേര് വന്നത്. അത് അന്ന് ദേവിക്ക് കലശത്തോടുകൂടി അന്നദാനവും കലശവും എല്ലാ ഉപദേവന്മാർക്ക് പൂജയും ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാ ഉപദേവന്മാർക്കും നിവേദ്യത്തോടു കൂടി വളരെ ഗംഭീരമായിട്ട് നമ്മൾ പൂജ നടത്തുന്നു. അത് വഴിപാടായിട്ടാണ് നടത്തുന്നത്. മകത്തിലും കാർത്തിക നാളിലും മകനാളിലും ആണ് ഈ തണ്ണീർക്കുട വഴിപാട്
ക്ഷേത്രത്തിലുണ്ടാകുന്നത്. അത് വഴിപാട് ഭക്തജന വഴിപാടായിട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരുപാട് എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ അത് പറയാമോ? സ്വന്തം പറയാമോ? സ്വന്തം അനുഭവം തന്നെ വളരെ ഉണ്ട്. അതായത് നമ്മുടെ ഒരു താലിമാല നഷ്ടപ്പെട്ടു പോയിട്ട്, പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല. താലിമാല നഷ്ടപ്പെട്ടു പോയി, മാല ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയി. അത് ഞാൻ ദേവിയെടുത്ത് പ്രാർത്ഥിച്ചു. 4 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെ വൈഫിനെ വിളിക്കുന്നു. അവരെ ഓഫീസ്, വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്, അവരെ ഓഫീസിൻ്റെ തൊട്ടപ്പുറത്തെ ഓഫീസിൽ ഒരു പുള്ളിക്കാരി വിളിക്കുന്നു. ഇങ്ങനെ ഒരു മാല കിട്ടിയിട്ടുണ്ട്. അത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 താലിയുണ്ട്. നമുക്ക് ബ്രാഹ്മണർക്ക് 2 താലിയുണ്ട്, 2 ജന്മമുണ്ട്. അതുകൊണ്ടാണ് 2 താലി വെക്കുന്നത് ബ്രാഹ്മണർ. 2 താലി കണ്ടിട്ട് അവര്, ഈ വൈഫ് മാത്രമേ തൊട്ടപ്പുറത്തെ ഓഫീസിൽ ബ്രാഹ്മണൻ ഇതായിട്ട് ഉള്ളൂ. അപ്പോൾ ഈ 2 താലിയുള്ള ഇവർക്കായിരിക്കും എന്നുള്ള ഇതില് ഒരു വൈഫിനെ വിളിച്ചു, ഇന്ന പോലെ മാല കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. രക്തചാമുണ്ഡി നടയിൽ പൂജ നടത്തി, വഴിപാട് നടത്തി. പിന്നെ ഞാനിവിടെ വീട് വെച്ചു. സർവാലങ്കാര പൂജ, ഒരു ദിവസത്തെ ഫുൾ പൂജ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്യാൻ വേണ്ടി അല്ല, കാര്യങ്ങൾ ഒരു 1.5 വർഷത്തിനകം ഞാൻ സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിച്ചു. അതായത് സ്ഥലം കണ്ടു തുടങ്ങിയിട്ട് ആ സമയം, അങ്ങനെ 1.5 വർഷത്തിനകം ഞാൻ വീട് വെച്ച് താമസിക്കാൻ പറ്റി. അതൊന്ന്. അങ്ങനെ ഒരുപാട് അനുഭവം. പിന്നെ ഭക്തജനങ്ങളുടെ അനുഭവം പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഞാൻ ആ സ്ഥലം പറയുന്നില്ല. ഒരു ഭക്ത ഇവിടെ വന്നു, ഇലക്ഷന് അവർക്ക് പേര് ലിസ്റ്റിൽ വരണമെന്ന്. അതായത് പഞ്ചായത്ത് ഇലക്ഷനിലാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കൂ, ലിസ്റ്റ് ദേവിക്ക് വഴിപാടെന്തെങ്കിലും നേരും, ലിസ്റ്റിൽ വരാം. കുറച്ച് നാൾ കഴിഞ്ഞ് ആ ഭക്ത വന്ന് പറഞ്ഞു ലിസ്റ്റിൽ പേര് വന്നു, ഇലക്ഷൻ വന്നു, ഇലക്ഷന് ജയിക്കണം തിരുവേണ്ടി, പ്രാർത്ഥിക്കൂ, വഴിപാട് നേരും, ജയിച്ചു. അവസാനം എന്തായി? ആ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയായോ? പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഓരോ അനുഭവങ്ങളാണ്. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പറയുന്നതൊക്കെ ഭക്തജനങ്ങൾ വന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഒരു കുട്ടിക്ക് ശരീരമാസകലം പൊള്ളല് പോലെ സംഭവിച്ചു. പൊള്ളല് പോലെ വന്നിട്ട് കുട്ടിക്ക് സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല. അങ്ങനെ വന്നു. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, അതിൻ്റെ അമ്മ വന്ന് പറഞ്ഞു, ഇങ്ങനെ സ്കൂളിൽ പോകാൻ നിവൃത്തിയില്ല, ശരീരമാസകലം വ്രണം പോലെ സംഭവിച്ചിരിക്കുന്നു. അത് തിരുമേനി എന്താ വഴിപാട് ഇവിടുത്തെ? അപ്പോൾ പൂർവ്വകാലത്തെ ഇവിടെ ഒരു വഴിപാടുണ്ട്, നമ്മുടെ ചേന മുഴുവനായിട്ട് ഒരു ചേന നടക്കി വയ്ക്കുന്ന ഒരു വഴിപാടുണ്ട് രക്തചാമുണ്ഡി നടയിൽ. സ്വാഭാവികമായിട്ടും പൂർവിക ശാന്തിമാർ പറയുന്നത് പോലെ സ്വാഭാവികമായിട്ടും ഞങ്ങളും പറഞ്ഞു, ചേന വഴിപാട് നിങ്ങൾ നടത്തു, ചേന ഉഴിഞ്ഞ് വയ്ക്കൂ. കുട്ടി 3 പ്രാവശ്യം ചേന ഉഴിഞ്ഞ് രക്തചാമുണ്ഡി നടയിൽ വെച്ച് വഴിപാട് നട തുറക്കാം. അവരതേപോലെ ചെയ്തു. ഏകദേശം 1.5 ആഴ്ച കഴിഞ്ഞ് വന്നു. ആ അമ്മയും കുട്ടിയും വന്ന് സന്തോഷത്തോട് പറഞ്ഞു, തിരുമേനി ഞങ്ങൾ മകൻ സ്കൂളിൽ പോയി തുടങ്ങി, അവൻ്റെ ശരീരത്തിലെ ഈ വ്രണങ്ങളെല്ലാം മാറി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സത്യത്തിന് സാക്ഷിയായ ശ്രീ കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും. എല്ലാ ഭക്തജനങ്ങളും വന്ന് പൊങ്കാല അർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹം നേടണമെന്ന്
ഞാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒരേ കാര്യം മാത്രം. നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഈ മതിൽക്കെട്ടിനകത്തൊന്ന് വന്നു പോകണം. വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ആ പ്രത്യേകത അറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.